ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇന്നെത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തുടക്കക്കാർക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു തുടക്കക്കാർക്ക് ഉപകാരപ്രദമായ കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം, എങ്ങനെ നമുക്ക് മനോഹരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അതുകൊണ്ട് തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ആദ്യമായിട്ട് തന്നെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ചെയ്യുന്നയാൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ തമ്പനെയിൽ വളരെ മനോഹരമാക്കുക എന്നുള്ളത്. മിക്കപ്പോഴും ആളുകൾ വരുത്തുന്ന കാര്യമാണ് വീഡിയോ പിടിക്കുക, അത് അപ്ലോഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഭാഗം വീഡിയോയ്ക്കകത്ത് വന്ന് കിടക്കുക എന്നിങ്ങനെയുള്ളത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ തമ്പനെയിൽ വളരെ മനോഹരമായി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരെ അതുമൂലം ആകർഷിക്കുകയും അവർ നമ്മുടെ വീഡിയോ കാണുകയും അങ്ങനെ അവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ തമ്പനെയിൽ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പത്തിലുള്ള 1-2 ആപ്പുകളാണ് തമ്പനെയിൽ മേക്കർ തുടങ്ങിയവ. അതിനകത്തൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തമ്പനെയിൽ വളരെ ആകർഷകമായ രീതിയിൽ തമ്പനെയിൽ നിർമ്മിക്കാനായിട്ട് സാധിക്കും. അത് വളരെ മനോഹരമായി ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഒരു വീഡിയോ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത്. ആ ടൈറ്റിൽ എന്തെങ്കിലും കൊടുക്കാതെ അതിനകത്തെ കണ്ടൻറ് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ആൾക്കാരത് എന്താണെന്ന് അറിയുവാനായിട്ട് ശ്രമിക്കാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകുന്ന തരത്തിലുള്ള ടൈറ്റിൽ കൊടുക്കുക. അത് നല്ല ആകർഷകമായ രീതിയിൽ എഴുതുവാനും അത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുവാനുള്ള രീതി മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ടൈറ്റിൽ കൊടുക്കാനായിട്ട് നാം ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ആ വീഡിയോ കാണുകയും അതിനകത്ത് എന്താണെന്ന് അറിയാനായിട്ട് അത് ഓപ്പൺ ആക്കുകയും അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും അതുപോലെ തന്നെ വ്യൂസ് കൂടുകയും ഒക്കെ ചെയ്യുന്നു. ഒരു നല്ല ടൈറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്ന പലതരത്തിലുള്ള ആൾക്കാരാണ്. അവർ നോക്കുമ്പോൾ അവർക്ക് എളുപ്പം വായിച്ച് മനസ്സിലാക്കുന്ന രീതിയിലും അതുപോലെ തന്നെ എന്താണെന്ന് ആകാംക്ഷ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ടൈറ്റിൽ ഇടുവാനായിട്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വ്യൂസ് കൂടുകയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയും ചെയ്യുന്നു. തുടക്കകാലത്ത് ഞാനും വളരെയധികം അനുഭവിച്ചിട്ടുള്ള പ്രശ്നമായിരുന്നു സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറയുക, വ്യൂസിൻ്റെ എണ്ണം കുറയുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഓർമ്മിക്കണം. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നല്ല രീതിയിൽ എഴുതുക എന്നുള്ളത്. നമ്മളൊരു വളരെ ബുദ്ധിമുട്ടി ഒരു ലോങ് വീഡിയോ ഒക്കെ പിടിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അത് അപ്ലോഡ് ചെയ്യാതെ അതിനകത്ത് എന്താണോ കണ്ടൻറ്റ് ആ കണ്ടൻറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുവാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആവണം നമ്മൾ എഴുതേണ്ടത്. അല്ലാതെ ഒരു ബന്ധവുമില്ലാതെ ഡിസ്ക്രിപ്ഷൻ എഴുതിയാൽ അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതുമായിട്ട് ബന്ധമില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടത്തില്ല. അപ്പോൾ അത് മനസ്സിലാകുന്ന രീതിയിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് അതിനായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ടൈറ്റിലും കൊടുത്ത് നല്ലൊരു തംബ്നെയിലും കൊടുത്ത് അതിന് ചേരുന്ന ഡിസ്ക്രിപ്ഷനും കൂടി എഴുതി കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടുകയും അതുവഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും സാധിക്കും. നല്ല രീതിയിലാണ് നമ്മൾ തമ്പനെയിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തിരിക്കുന്നതെങ്കിൽ ജനങ്ങളത് മുന്നോട്ട് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ റോൾ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ കാണുമ്പോഴൊക്കെ ഇത് എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷ കാണുക. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആൾക്കാരത് നോക്കിയിരുന്നൊരു സബ്ജക്റ്റ് ആണല്ലോ എന്ന് മനസ്സിലാക്കി അത് കൂടുതൽ വ്യൂസിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതിനും കാരണമാവുന്നു. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എൻഡ് സ്ക്രീൻ എന്നുള്ളത്. അപ്പം നമ്മളിൽ പലർക്കും ചിലപ്പോൾ എൻഡ് സ്ക്രീൻ എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർ കാണും, അറിയത്തില്ലാത്ത ആൾക്കാർ കാണും. ഞാനും തുടക്കത്തിലൊക്കെ വീഡിയോ ചെയ്തിരുന്ന സമയത്ത് എൻഡ് സ്ക്രീൻ എന്താണെന്നോ ഒന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ പല വീഡിയോസും കാണുമ്പോൾ എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യണം എന്ന് പറയുമ്പോഴൊക്കെ അതിനെപ്പറ്റി എന്താണെന്ന് ചിന്തിക്കാൻ പോലും മെനക്കെടാതെ അതൊരു സാധാരണ ഒരു വീഡിയോ പിടിക്കുക, അത് അപ്ലോഡ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നറേഷൻ എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈറ്റിൽ കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും വ്യൂസും ഒക്കെ തീരെ കുറവായിരുന്നു. പിന്നീടാണ് ഞാൻ ഈ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയതും എൻഡ് സ്ക്രീൻ എന്താണെന്ന് മനസ്സിലാക്കിയത് ആഡ് ചെയ്യാൻ തുടങ്ങിയതും. അപ്പോൾ എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ അവസാനിക്കാറാകുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്ന വീഡിയോകൾ അതിൻ്റെ ഒരു ചെറിയ ബോക്സിനകത്ത് ആ സ്ക്രീനിൻ്റെ അവസാനം വരുന്നതാണ് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ അതിൽ തൊട്ട് കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആദ്യം ചെയ്ത ആ വീഡിയോയിലേക്ക് പോവുകയും അതുവഴി സ്വാഭാവികമായിട്ട് നമുക്ക് വ്യൂസും വാച്ച് അവറും കൂടുകയും സബ്സ്ക്രിപ്ഷൻസ് കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും.
അത് പലതരത്തിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് 2 വീഡിയോ മാത്രമായിട്ട് നമുക്കതിൽ എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീഡിയോ മാത്രമായിട്ട് എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 വീഡിയോ ഒരു സബ്സ്ക്രിപ്ഷൻ ബട്ടനുമായിട്ട് നമുക്ക് വീഡിയോ ആഡ് ചെയ്യാം. എൻഡ് സ്ക്രീൻ ഉണ്ടാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് വേറൊരു ടിപ്സ്, അതായത് വ്യൂ റിലേറ്റഡ് വീഡിയോ സജഷൻസ്. നമ്മൾ ചെയ്യുന്ന വീഡിയോ ഡിസ്ക്രിപ്ഷൻ താഴെയായിട്ട് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ റിലേറ്റഡ് സജഷൻസ് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതുവഴി അവർ ക്ലിക്ക് ചെയ്യുകയും, അറിയാൻ താല്പര്യമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുകയും അതുവഴി സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയും അതുവഴി നമുക്ക് വ്യൂസും വാച്ച് അവറും ഒക്കെ കൂടുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പോൾ എല്ലാവരും അതുകൂടി ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ വ്യൂ റിലേറ്റഡ് വീഡിയോ സജഷൻസ് കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറെ 1-2 കാര്യമുള്ളത്, എപ്പോഴും തന്നെ നമ്മൾ യൂട്യൂബിൽ സജീവമായിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോകൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ജനങ്ങൾ എല്ലാ വീഡിയോ ഒന്നും പരമാവധി എല്ലാ സമയമൊന്നും മുഴുവൻ സമയമൊന്നും കാണാറില്ല. പരമാവധി 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റൊക്കെ കാണാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ടൈമുള്ള ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വ്യൂസ് കൂടുകയും ചെയ്യും. 3 മിനിറ്റ് താഴെയുള്ള വീഡിയോകളാണെങ്കിൽ ഇത് ഷോർട്ടായിട്ടാണ് പോവുക എപ്പോഴും. അപ്പോൾ ശ്രദ്ധിക്കുക, ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സമയം കൂടുതലുള്ള, അതായത് 6 മിനിറ്റ് കൂടുതലുള്ള വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവായിട്ട് നിൽക്കണം. ഒരേ സമയത്ത് നമ്മുടെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ഇന്നൊരു സമയത്ത്, നാളെ ഒരു സമയത്ത്, നാളെ കഴിഞ്ഞൊരു സമയത്ത് അങ്ങനെ ആവരുത്. അപ്പം നമ്മൾ ചെയ്യുന്ന എപ്പോഴാണോ നമ്മൾ ഏകദേശം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം സെലക്ട് ചെയ്ത് ആ സമയത്തായിരിക്കണം എപ്പോഴും നമ്മൾ നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ അയച്ചു കൊടുത്ത് നമ്മുടെ വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്, അതിനൊന്നും സ്വാഭാവിക വ്യൂസ് ഇല്ല. താങ്ക്